ചിലരുടെയൊക്കെ മനസ്സിലിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് മലങ്കര സഭ പുരാതന കാലഘട്ടം മുതൽ അന്ത്യോക്യൻ സഭയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ചിന്തിക്കുന്നത് മലങ്കര സഭയിലെ പ്രശ്നം തീരാൻ വേണ്ടി സഭയുടെ തലവനായി അന്ത്യോക്യൻ പാത്രിക്കേസിനെ അംഗീകരിച്ചാൽ മതിയില്ലേ. ഇതാണ് ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ പൊതുമാധ്യമങ്ങളിലുമൊക്കെ പല ആളുകളുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട്. ഒന്നാമത്, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ചരിത്രപരമായും അതുപോലെ തന്നെ ആരാധനാ പാരമ്പര്യപരമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. മലങ്കര സഭ അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ കീഴിലുള്ള ഒരു സഭയല്ല. മലങ്കര സഭയുടെ തലവൻ അന്ത്യോക്യ പാത്രിക്കീസും അല്ല. വളരെ പ്രധാനപ്പെട്ട ചില കാലഘട്ടങ്ങൾ മലങ്കര സഭാ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളായി നമുക്ക് പറയാം. ഒന്നാമത്, മാർത്തോമാ ശ്ലീഹ മുതൽ പോർച്ചുഗീസുകാരുടെ വരവ് വരെ, അതിനെ ഒന്നാം ഘട്ടം എന്ന് പറയാം. AD 52 മാർത്തോമാ ശ്ലീഹ വന്നു. 72 ഇവിടെ രക്തസാക്ഷിയായി മരിച്ചു. അന്ന് തന്നെ പൗരോഹിത്യ ക്രമീകരണങ്ങളും 7 പള്ളികളും ഈ മലങ്കര സഭയിൽ സ്ഥാപിക്കപ്പെട്ടു എന്നത് പുരാതനമായ പാരമ്പര്യമാണ്. ഇന്നും തോമാസ് ശ്ലീഹായുടെ ഓർമ്മയിൽ വളരെ മനോഹരമായ ഒരു പാട്ട് അന്ത്യോക്യൻ സുറിയാനി പാരമ്പര്യം അല്ല എന്നതിന്റെ തെളിവാണ്. കാണുന്നേവം പൂർവ ഗ്രന്ഥത്തിൽ. തോമസ് ശ്ലീഹായുടെ ഓർമ്മയിൽ ഈ പാട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ആക്ട്സ് ഓഫ് സെന്റ് തോമസ് എന്ന് പറയുന്ന ഫ്രക്സിസ് ദ മോർത്തോമസ് ശ്ലീഹ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പുസ്തകം. അത് പ്രത്യേകിച്ച് 2-ാം നൂറ്റാണ്ടിൽ തന്നെ രചിക്കപ്പെട്ടു എന്ന് പറയുന്നു. അതിനകത്ത് തോമസ് ശ്ലീഹായുടെ ഭാരത പ്രവേശനത്തെക്കുറിച്ചും തോമസ് ശ്ലീഹായുടെ മലങ്കര സഭയിലെ പ്രവർത്തനത്തെക്കുറിച്ചും വിശദമായി എഴുതിയിട്ടുള്ളതും ഇന്ന് യൂറോപ്പിലെ പല യൂണിവേഴ്സിറ്റികളും ഏറ്റവും അധികം റിസർച്ച് നടത്തുന്നത് ആക്ട്സ് ഓഫ് സെന്റ് തോമസ് എന്ന പുസ്തകത്തെക്കുറിച്ചും തോമസ് ശ്ലീഹായുടെ ഭാരത പ്രവേശനത്തിന്റെ അടിസ്ഥാനത്തെക്കുറിച്ചുമാണ്. ചരിത്രപരമായി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എവിഡൻസസ്, ബാഹ്യവും ആഭ്യന്തരവുമായ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ ചുരുക്കി പറയട്ടെ, റോമ സാമ്രാജ്യത്തിലെ മറ്റ് സഭകളിൽ അപ്പോസ്തോലിക പൈതൃകം അവകാശപ്പെടുന്നതിനേക്കാളും ചരിത്രപരമായ അടിസ്ഥാനമുണ്ട് മാർത്തോമാ ശ്ലീഹായുടെ ഭാരത പ്രവേശനത്തിനും മലങ്കര സഭയിലെ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ അപ്പോസ്തോലിക പൈതൃകത്തിനും. ഇത് 16-ാം നൂറ്റാണ്ട് വരെയുള്ള സഭയിൽ, മലങ്കര സഭയുടെ ചരിത്രത്തിൽ നമ്മൾ ബന്ധപ്പെട്ട നിലനിന്നത് പേർഷ്യൻ സഭയുമായിട്ടുള്ള ബന്ധമാണ്. അത് ബഹുമാനപ്പെട്ട MO ജോണച്ചൻ ഓർമ്മിപ്പിച്ചല്ലോ. ഈ ഭാരതത്തിലെ ക്രൈസ്തവ ചരിത്രങ്ങളെക്കാൾ ഉപരി ഭാരതത്തിന്റെ സാംസ്കാരിക ചരിത്രം, ഭാഷാ ചരിത്രം, ഇതൊക്കെ എഴുതിയ നോൺ ക്രിസ്ത്യൻസ്, ക്രൈസ്തവരല്ലാത്ത ചരിത്രകാരന്മാർ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു മലങ്കര സഭ 16-ാം നൂറ്റാണ്ട് വരെ ബാബിലോണിയൻ സഭയുമായിട്ടുള്ള ബന്ധത്തിലാണ് നിലനിന്നത് എന്ന്. അത് യൂറോപ്പിലെ ചരിത്രകാരന്മാരും അല്പമൊക്കെ ബോധത്തോടെ സഭാചരിത്രം എഴുതിയിട്ടുള്ള എല്ലാ വ്യക്തികളും അംഗീകരിക്കുന്നതാണ്. ഒന്നാം ഘട്ടം ഞാൻ ഈ ഒരു വാക്കിൽ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. 2-ാം ഘട്ടം എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ വരവാണ്. 1498 കോഴിക്കോട് വന്നു. സാമൂതിരി ഭരിക്കുന്ന കാലഘട്ടം. 1501 കൊച്ചിയിൽ വന്നു. അപ്പൊ കൊച്ചിയിൽ വന്ന പോർച്ചുഗീസുകാരുടെ മനസ്സിലൊരു ചിന്തയുണ്ട്. ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് റോമാക്കാരുടെ സഭയാണ്. കാരണം 313 മിലാൻ വിളംബരത്തിൽ കുസ്തന്തീനോസ് ചക്രവർത്തി റോമ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി ക്രിസ്തു മതത്തെ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് റോമാക്കാർ ചിന്തിക്കുന്നത് ഞങ്ങളുടേതാണ് ക്രിസ്തു മതം. ആ സമയത്ത് ഈ കൊച്ചിയിലെ, ഇവിടെ കൊച്ചി തുറമുഖത്ത് തടിച്ചുകൂടിയ വ്യാപാരികളിൽ പല ആളുകളുടെയും തലപ്പാവിലും നെഞ്ചത്തും കുരിശടയാളം. ആന്റണി ഗൂവിയ എന്ന ആർച്ച് ബിഷപ്പ് ഡി മെനസേസിനോട് കൂടെ പ്രവർത്തിച്ച പോർച്ചുഗീസുകാരൻ 1660 പോർച്ചുഗീസിൽ പ്രസിദ്ധീകരിച്ച വളരെ പ്രസിദ്ധമായ ജൊർണാഡ എന്ന പോർച്ചുഗീസ് ഭാഷയിലും ജേണി എന്ന ഇംഗ്ലീഷ് ഭാഷയിലും യാത്ര എന്ന് മലയാളത്തിലും തലക്കെട്ടുള്ള വലിയ തലക്കെട്ട ആ പുസ്തകത്തിന്. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇപ്പോൾ ഉണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരുന്നത് ചന്തസ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് കുരിശുധാരികളായ നസ്രാണികൾ മലങ്കരയിൽ ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാരുടെ മനസ്സിലെ ചിന്ത ഞങ്ങളാണ് ക്രിസ്തുമതം,
ഞങ്ങളുടേതാണ് ക്രിസ്തുമതം. ഇവിടെയുള്ള ഭാരതീയരായ ക്രിസ്ത്യാനികളെ കണ്ടപ്പോൾ അവരെ സംബന്ധിച്ച് വിസ്മയം സ്വാഭാവികം. അതിനേക്കാൾ ഉപരി ബാബിലോണിയൻ പാത്രികീസുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടായിരുന്നത് കൊണ്ട് നമ്മളെ നെസ്തോറിയരായിട്ട് വേദവിപരീതികളായിട്ട് അവർ മുദ്രകുത്തി. അതിന്റെ പരിണിത ഫലമാണ് ആർച്ച് ബിഷപ്പ് ഡി മെനസീസിന്റെ നേതൃത്വത്തിലുള്ള ലാറ്റിനൈസേഷനും 1599 ഉദയംപേരൂർ സുന്നകദോസും. ഇന്ന് മലയാളം പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെ MA മലയാളം പഠിക്കുന്ന പിള്ളേരെ അന്നത്തെ മലയാള ഭാഷ പഠിക്കാൻ വേണ്ടി ഈ ഉദയംപേരൂർ സുന്നകദോസിന്റെ ഡിക്രീസ് പഠിക്കുന്നുണ്ട്. അവിടെ വളരെ വ്യക്തമായി അതിന്റെ ഓരോ ഡിക്രികളും ഇവിടെ നിലവിലിരുന്ന മലബാറി ക്രിസ്ത്യൻസിന്റെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ മാർത്തോമ നസ്രാനികളുടെ പൈതൃകം, ആരാധനാ സ്വഭാവം, അവരുടെ അപ്പോസ്തോലിക പൈതൃകവും ബന്ധങ്ങളും എല്ലാം ഭംഗിയായി വിശദീകരിക്കുന്നതാണ്. അവിടെ ഒരിടത്തും അന്ത്യോക്യ എന്ന ഒരു വാക്കോ അന്ത്യോക്യൻ പാത്രികീസ് എന്ന ഒരു നാമമോ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മലങ്കര സഭയ്ക്ക് പുരാതനമായി അന്ത്യോക്യ പാത്രികീസുമായി ബന്ധമില്ല എന്നത് ചരിത്ര സത്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ്. ഇതിനു ശേഷമാണ് 1599 ഉദയംപേരൂർ സുന്നകദോസിൽ നമ്മുടെ ആരാധനാക്രമങ്ങളെ നശിപ്പിച്ച് മാർത്തോമാൻ മാർഗത്തിൽ നിന്ന് നമ്മളെ മാറ്റി റോമാക്കാരുടെ കീഴിൽ നമ്മളെ ആക്കി. അതിന്റെ പരിണിത ഫലവും അതിനോടുള്ള എതിർപ്പുമാണ് 1653 കൂനംകുരിശ് സത്യം. കനാനായ സഭയിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഫിലിപ്പ് സാറ് അദ്ദേഹം ഭംഗിയായി ഈ കൂനംകുരിശ് സത്യത്തിന്റെ വിശദീകരണം നടത്തുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം ജ്ഞാനായ സമുദായത്തിലും പാത്രികീസ് വിഭാഗത്തോട് താല്പര്യമുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹം കൂനംകുരിശ് സത്യത്തെ കുറിച്ച് വിശദീകരിക്കുന്നിടത്തിൽ അന്ത്യോക്യ എന്ന പദം പോലും ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഈ വേള കോതമംഗലത്തെ കൽക്കുരിശിന്റെ അരികെ പോയി നിന്ന് രണ്ടാം കൂനംകുരിശ് സത്യം എന്നും പറഞ്ഞൊരു ചരിത്ര മണ്ടത്തരം നടത്തി.